നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും വിചാരണയില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ നഹദ്, അവിടുന്ന് എഴുന്നേറ്റ് പോയി. സ്വഹാബികൾ അവർ ഖൈറിനോട് വലിയ താല്പര്യമുള്ളവരായിരുന്നു. നമ്മൾ ചിലർ ഇങ്ങനത്തെ ഹദീസ് കേട്ടാൽ നമ്മളെന്താ ചെയ്യും, അതൊക്കെ ഇപ്പോൾ നമുക്ക് എന്തായാലും നടക്കൂല, നമ്മളൊന്നും ഇപ്പോൾ എന്തായാലും അതിലുണ്ടാവില്ല. 70,000 ആൾക്കാർ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് എവിടെ എത്താൻ? അവരവിടെ നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ ഫഖാദൻ നാസു ഫി ഉലൈക, ഈ 70,000 ആളുകൾ ആരായിരിക്കും എന്നതിൽ അവർ ചർച്ച തുടങ്ങി. സഹാബികൾ അങ്ങോട്ടോട്ട് സംസാരിക്കാം, ഈ 70,000 എങ്ങനെ പെടും നോക്കൂ. അതാണ് അവരുടെ ഹെറസ്, അവരുടെ താല്പര്യം, ആവേശം. അതുകൊണ്ടാണ് അവർ നമ്മെ കവച്ചു വെച്ചത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബികളോട് അവിടുന്ന് പറഞ്ഞതായി കാണാം, ലൗ തറക്തും മിഅ്ശാറ മാ ഉമിർതും, നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നതിൻ്റെ 10 ഉപേക്ഷിച്ചാൽ നിങ്ങൾ വിജയിക്കുകയില്ല. സഹാബികളോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ശേഷം ഒരു ഖൗമ് വരും, അവർ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതിൻ്റെ 10 ചെയ്താൽ അവർ വിജയിക്കും. പിൽക്കാലക്കാർ അവർക്ക് അല്ലാഹു ഇളവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലക്കാർ അവർക്ക് കാര്യങ്ങൾ പ്രയാസത്തിലാകുമ്പോൾ അവർക്ക് ഇളവുകളുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, എന്നിട്ട് നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ചെയ്യുന്ന അമലുകളുടെ അവസ്ഥ എന്താ? ഉള്ള അമലിലെ ഇഖ്ലാസിൻ്റെ കാര്യം എന്താ? അതിൽ തന്നെ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന കാഴ്ചപ്പാടും മറ്റൊക്കെ എടുത്തു വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ എത്രമാത്രമാണ്. ഇത് പരിഹരിക്കണം. അതുകൊണ്ടാണ് തൗഹീദുള്ളവരെ, നിങ്ങൾ ഒരിക്കലും തൗഹീദിൻ്റെ ആദ്യത്തെ പടിയിൽ ചവിട്ടി അവിടെ നിൽക്കരുത്. മുന്നോട്ട് നടക്കും, മുന്നോട്ട് പോകൂ, പണിയെടുക്കൂ, ഇനിയും എത്തിപ്പിടിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ ബാബ്, ഈ അധ്യായം വളരെ മനോഹരമായ അധ്യായമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് വായിക്കണം. തൗഹീദ് നിർത്തരുത്, ഇത് പഠിക്കുക, മുന്നോട്ട് പോകണം. മുന്നോട്ട് ചവിട്ടിക്കൊണ്ട് ചില ആൾക്കാർ കുറച്ചെങ്ങ് കയറും, ആദ്യത്തിൽ ഭയങ്കര ആവേശം, പിന്നെ ആളെ കാണൂല. ഇട്ടെറിഞ്ഞു പോകരുത്, നിങ്ങൾ ഇതിൽ മുന്നോട്ട് പോകും. അവിടുന്ന് എഴുന്നേറ്റ് വീട്ടിൽ പ്രവേശിച്ചു, അവിടുത്തെ വീട്ടിലേക്ക് കയറിപ്പോയി. ജനങ്ങൾ ഈ പറഞ്ഞ ആളുകൾ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു സഹാബികൾ. ഫഖാല ബഅ്ദുഹും, അവരിൽ ചിലർ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന സഹിബൂ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ ചില ആളുകൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹ്ബത്ത് ലഭിച്ച ആളുകളായിരിക്കും ഇവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുകയും അവിടുത്തെ സഹായിക്കുകയും അവിടുത്തെ പിന്തുണക്കുകയും ശത്രുക്കളിൽ നിന്ന് അവിടുത്തെ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യും സഹാബികൾ, അവരായിരിക്കും ഈ പറയുന്ന ആളുകൾ. ചില ആളുകളുടെ അഭിപ്രായം അതായിരുന്നു. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? സഹാബികൾക്ക് എന്തുമാത്രം ശ്രദ്ധതയുണ്ട് എന്ന കാര്യം അവർക്കറിയാമായിരുന്നു. സഹാബത്ത്, അതിന് സ്വഹ്ബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹ്ബത്ത് ലഭിക്കുക എന്നത് അവർ വലിയ ശ്രദ്ധതയുള്ള കാര്യമായി കണ്ടിരുന്നു. വഖാല ബഅ്ദുഹും, വേറെ ചില ആളുകൾ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന വുലിദു ഫിൽ ഇസ്ലാം വലം യുശ്രികൂ ബില്ലാഹി ശൈഅൻ, വേറെ ചില ആളുകൾ പറഞ്ഞു, അവരായിരിക്കില്ല, അവർ ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും. കാരണം നമ്മുടെ മക്കൾ അവർ ജനിച്ചത് മുസ്ലിം ആയിക്കൊണ്ടാണ്. അതോടൊപ്പം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ചെയ്തു. നമ്മളാകട്ടെ ശിർക്കും ജാഹലിയത്തും ഒക്കെ കാണുകയും അതിൽ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ശിർക്കും ജാഹലിയത്തും ഒന്നും അനുഭവിക്കാതെ ഇസ്ലാമിൽ തന്നെ ജനിച്ചു വീണവരായിരിക്കാം ഈ പറഞ്ഞവർ. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഇസ്ലാമിൽ ജനിക്കുക എന്നത് മഹത്തരമായ അനുഗ്രഹമാണ്. ചില ആളുകൾ ചിലപ്പോൾ ഇസ്ലാം സ്വീകരിക്കുകയും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്ത ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ അവർ പറയും, ഹേയ് അവനൊക്കെ കാണുമ്പോൾ ഞാനിതിൽ തന്നെ ജനിച്ചല്ലോ, ഞാനിപ്പോൾ എന്താ അനുഭവിച്ചത്? ശരി, അത് നീ ഇസ്ലാമിനു വേണ്ടി പ്രയാസം അനുഭവിച്ചിട്ടില്ല എന്ന നിലക്കാണ് നീ പറയുന്നത് എങ്കിൽ അതിൽ അർത്ഥമുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ജനിച്ചു എന്നത് ഒരു അനുഗ്രഹമല്ല എന്ന രൂപത്തിലാണ് നീ അത് പറയുന്നത്, തെറ്റാണ്, പാടില്ല. മുസ്ലിമായി ജനിക്കുക എന്നുള്ള നിഅമത്താണ്. അൽഹംദുലില്ലാഹ്, തൗഹീദിൽ തന്നെ ജനിക്കുക. ശിർക്ക് ഒരു ദിവസം പോലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഈ നജ്സ്, വൃത്തികേട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കേണ്ടി വരും. അല്ലാത്ത ഒരാളെ സുജൂദ് ചെയ്തു പോയി എന്നത്, അല്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ചു പോയി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാക്കുന്ന പ്രയാസം എത്ര വലുതായിരിക്കും, എത്ര വലിയ തെറ്റാണത്. ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വ്യഭിചാരത്തിൽ വീണുപോയി, അയാൾ പിന്നെ തൗബ ചെയ്താൽ അയാൾക്ക് സന്തോഷമാണുള്ളത്, അല്ല ദുഃഖമാണുള്ളത്. എന്തുകൊണ്ട്? റബ്ബേ ഞാനിൽ വീണുപോയല്ലോ. ശിർക്കിൽ വീണുപോയി എന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് ഇസ്ലാമിൽ ജനിച്ചത്. ഇസ്ലാമിൽ ജനിച്ചാൽ മുസ്ലിമാകാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അതൊക്കെ ഈ പറഞ്ഞതിലൊന്നും ഒരു കുറവുമില്ല. ഒക്കെ വളരെ മുസ്ലിങ്ങൾ കുറവ് വരുത്താൻ പാടില്ലാത്ത കാര്യമാണ്. മുസ്ലിമായ ഒരാൾ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, കാരണം ഇക്കണ്ട പരീക്ഷണങ്ങൾക്കൊക്കെ ഇടയിൽ ഒരാൾ മുസ്ലിമായി വരാമെന്ന് പറഞ്ഞാൽ അത് വലിയ ജിഹാദാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വലിയ പ്രവർത്തനമാണ്. അവനെ ബഹുമാനിക്കണം, അവനെ ആദരിക്കണം. അവന് വലിയ പദവിയുണ്ട്, അവന് വലിയ പരിഗണനയുണ്ട്. പക്ഷേ നിനക്ക് അള്ളാഹു ലഭിച്ച നിഅമത്തിനെ നീ തള്ളി പറയരുത്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് നീ എടുത്തു പറയണം. അപ്പോൾ അവർ പറഞ്ഞു, ഇസ്ലാമിൽ ജനിച്ച ആളുകളായിരിക്കാം ഇത്.
അവരൊരിക്കലും ഷിർക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ അവിടെ അവർ പറഞ്ഞു നോക്കൂ, വലം യുശ്രികൂ ബില്ലാഹി ഷൈഅൻ. അവർ ഇതുവരെ ഷിർക്ക് ചെയ്തിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഈ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അവരോട് മാത്രമല്ല അതിക്രമം ചെയ്യുന്നു, അവരുടെ മക്കളോടും കൂടിയാണ്. അതിനും കൂടി നാളെ പരലോകത്തൊരു ചോദ്യം ചെയ്യുന്ന. ഇസ്ലാമിൽ ജനിച്ചിട്ട് ഈ ജാതി ഷിർക്കും ഖുറാഫാത്തുമായിട്ട് നടക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളും. അവനവൻ്റെ മക്കൾ, മുസ്ലിമായി ജനിച്ച മക്കൾ, അവരെ ഈ പറഞ്ഞ വൃത്തികേടിലേക്ക് വലിച്ചഴച്ചതിന് നിങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വദകറു അഷ്യാ, അവർ വേറെയും ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. ഫഖ്ബറൂഹു, അപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബി എങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയില്ലേ, ഞങ്ങളിവിടെ ചർച്ചയിലാണ്, എന്താണ് ഈ പറഞ്ഞ കാര്യം, ആർക്കാണ് ഇപ്പോൾ ഈ 70,000 ആളുകൾ, അവരാരാണ് എന്നറിയാൻ വേണ്ടി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറഞ്ഞു കൊടുത്തു ഇവരാരാണ്. അവിടുന്ന് പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യക്തഊന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. കിതാബിൽ ഈ പറഞ്ഞതാണുള്ളത്. ശരിക്കും ഹദീസിൽ ഒരു പദം കൂടി കൂടുതലായി ഉണ്ട്, വലാ യതതയ്യറൂൻ, അങ്ങനെ കൂടിയുണ്ട്. ഹുമുല്ലദീൻ, ഈ പറഞ്ഞ ആളുകൾ ആരാണ്? ഇനി പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഗുണം, ലാ യസ്തർഖൂൻ, അവർ മറ്റൊരാളോട് റുഖിയ ചെയ്തു തരാൻ, മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, ഇങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാരാണ്? ലാ യസ്തർഖൂൻ, അവർ മന്ത്രിച്ചു തരാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുകയില്ല. വലാ യക്തഊൻ, അതുപോലെ തന്നെ അവർ രോഗം ബാധിച്ചാൽ ചൂട് വെച്ച് ചികിത്സിക്കുകയില്ല. കൈ എന്ന ചികിത്സ, കൈ എന്നത് അറബിയിലെ പദമാണ്, ഇക്തിവാ, കൈ എന്നൊക്കെ പറയും. വലാ യക്തഊൻ, അവർ ചൂട് വെക്കുകയില്ല. ചൂടൊക്കെ ചെയ്യുന്നത് ഇവിടെ ആരെയും അറിയുമെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ യുദ്ധങ്ങളിൽ ആളുകൾ പരിക്കേറ്റ് കഴിഞ്ഞാലും മറ്റൊക്കെ എന്ത് ചെയ്യും, വാള് ചൂടാക്കി, തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് അത് മുറിവിൻ്റെ മേലെ വെച്ച് ഉണക്കും, കരിച്ചു കളയും. അപ്പോൾ മുറിവ് കൂടും, രക്തം വരുന്നത് നിൽക്കും. ഇങ്ങനെ ചൂട് വെച്ച് മുറിവ് ഉണക്കുകയോ അതല്ലെങ്കിൽ നരമ്പിൽ നിന്ന് രക്തം വരുമ്പോൾ അത് ഉണക്കാൻ വേണ്ടിയോ മറ്റോ ചൂട് വെക്കുന്ന രീതിയുണ്ട്. അതാണ് ഇഖ്തിവാ എന്ന് പറഞ്ഞു. വലാ യക്തഊൻ, അവർ ചൂട് വെച്ച് ചികിത്സിക്കുകയില്ല. കിതാബിലില്ല, പക്ഷേ ഹദീസിലുണ്ട്. വലാ യതതയ്യറൂൻ, അവർ ശകുനം നോക്കുകയില്ല. ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ, നീ തീരുമാനിച്ചിറങ്ങിയ ഒരു കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കണ്ടതിൻ്റെ പേരിൽ പിന്തിരിഞ്ഞു പോയാൽ അതാണ് ശകുനം നോക്കുക. തീറത്ത് എന്ന് പറയാം. വണ്ടിയിൽ എവിടെയും യാത്ര പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി പുറത്തുനിന്ന് ഒരു പൂച്ച അങ്ങ് ചാടിപ്പോയി, ഇനിയിപ്പോൾ ഇറങ്ങിയാൽ ശരിയാവില്ല, തിരിച്ചെന്നെ കയറി. പൂച്ച ഈ പറഞ്ഞ ഓനെ കുറിച്ചിട്ട് വല്ലതും ചിന്തിച്ചിട്ടാണോ പൂച്ച നടക്കുന്നത്? ഇതാണ് തീറത്ത് എന്ന് പറഞ്ഞ. അറബികൾക്ക് ഇതിന് പല രൂപങ്ങളുടെ. ഇൻഷാ അല്ലാഹ് കിതാബ് തീറത്തിൻ്റെ ഒരു അധ്യായം തന്നെ വരാനാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഈ പറഞ്ഞതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പറഞ്ഞ 3 കാര്യം, ശകുനം നോക്കില്ല, ചൂട് വെക്കുകയില്ല, മറ്റൊരാളോട് മന്ത്രിച്ച് നൽകാൻ ആവശ്യപ്പെടില്ല, ഈ പറഞ്ഞ 3നും അവരെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ്. തവക്കുൽ ഉള്ളതുകൊണ്ടാണ് വേറെ ആൾ ചോദിക്കാത്തത്. തവക്കുൽ ഉള്ളത് കൊണ്ടാണ് ഇഖ്തിവാ, ചൂട് വെച്ചുള്ള ഈ പറഞ്ഞ ചികിത്സ ചെയ്തതിൻ്റെ കാരണം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. തവക്കുൽ ഉള്ളത് കൊണ്ടാണ് ശകുനം നോക്കാത്തത്. ഈ പറഞ്ഞ സ്വഭാവ മേന്മയുള്ളവരാണ് ഈ 70,000 ആളുകൾ.